ഞാനിങ്ങനെ ഈ അച്ഛനായ സമയത്ത് 22 വർഷം കഴിഞ്ഞു കേട്ടോ. ഒരു ആദ്യമായിട്ട് ഒരു 5-8 വർഷമായി എനിക്ക് വലിയൊരു കൊതി, എനിക്ക് ധ്യാനിപ്പിക്കണം. പക്ഷേ എന്നെ ആരും ധ്യാനിപ്പിക്കാൻ വിളിക്കുന്നില്ല. എനിക്ക് ധ്യാനിപ്പിക്കുന്നത് വിളിച്ചാലേ ധ്യാനിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ മിഷനിലൊക്കെ ആയിരുന്നതുകൊണ്ട് എന്നെ പലർക്കും അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ നല്ല പാട്ടുകാരനൊന്നുമല്ല, ഞാൻ അറിയപ്പെടുന്ന ആളോ ഒരു പ്രഭാഷകനൊന്നുമല്ല. അപ്പം എനിക്കൊരു സാധ്യതകളൊന്നും ഇല്ലെങ്കിലും എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് ധ്യാനിപ്പിക്കണം. അങ്ങനെ ഇരിക്കുക എന്നോട് ഒരിക്കൽ പരിശുദ്ധാത്മാവ് പറയാണ്, നീ ഡോക്ടർ ജോണിൻ്റെ ധ്യാനം പോയി കൂടുക എന്ന്. അപ്പോൾ എനിക്ക് ഡോക്ടർ ജോണിൻ്റെ പരിചയമൊന്നുമില്ല. ഞാൻ ഇഷ്ടപ്പെട്ട അദ്ദേഹം പാലാ താബോറിലാണ് ധ്യാനിപ്പിക്കുന്നത്. ഞാൻ വിളിച്ചപ്പോഴത്തേക്കും മെയ് മാസം 6-ാം തീയതി ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ബുക്ക് ചെയ്തു. ഞാൻ മെയ് മാസം 6-ാം തീയതി ഞാൻ അന്നിരിക്കുന്നത് എടത്വ പ്രദേശത്തുള്ള പാണ്ടി എന്ന പള്ളിയിലാണ്. നിങ്ങളുടെ അവിടെ പോയിട്ട് അറിയാൻ സാധിക്കും. ഇന്ന് റോഡുണ്ട്, അന്ന് അവിടെ റോഡില്ല. അന്ന് വരമ്പിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പം അവിടുന്ന് നമ്മൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് 2.25 കിലോമീറ്റർ നടന്ന് വേണം ഓട്ടോ സ്റ്റാൻഡിൽ എത്താനായിട്ട്. മനസ്സിലായില്ലേ? അവിടുന്ന് പിന്നെ ഓട്ടോ പിടിച്ച് വേണം ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട്. അത്രയും ദൂരമാണ്. യാത്ര ഭയങ്കര കഠിനമായ പ്രയാസമുള്ള സമയത്താണ് ഈ സംഭവം ഉണ്ടാകുക. ഞാൻ ഒരുങ്ങി മെയ് മാസം 6-ാം തീയതി ഞായറാഴ്ച രാവിലെ ഞാൻ ഒരുങ്ങി, ഞാൻ ഭാഗ്യമായിട്ട് പള്ളി കയറി. ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, ഈശോയെ, എനിക്ക് ആത്മീയമായി പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് മാനസികമായി സംഘർഷങ്ങളൊന്നുമില്ല, എനിക്ക് ശാരീരികമായി രോഗങ്ങളൊന്നുമില്ല, എനിക്ക് ഭൗതികമായി കടബാധ്യതകളുമില്ല. പക്ഷെ ഞാൻ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നു. വൈദികനായ ഞാൻ ഒരു അൽമായിൻ്റെ ധ്യാനത്തിന് പോകുന്നു. ഒറ്റ കാരണത്താൽ എനിക്ക് നിന്നെ അനുസരിക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞ് ഞാൻ പോയി. ഞാൻ കഷ്ടപ്പെട്ട് എടുത്തുവായി നേരെ ബസ് കയറി ചങ്ങനാശ്ശേരി പോയി. അവിടെ ബസ് കയറി ഞാൻ പാലായ്ക്ക് പോയി. അവിടെ നിന്ന് ഞാൻ ബസ് കയറി അടുത്ത ബസ് കയറി ഞാൻ അവിടെ പോയി. ചെന്ന് കയറിയപ്പോഴേക്കുണ്ടായ സംഭവം ഇതാണ്. ഈ ധ്യാനഗുരുവിന് ഖുർആൻ മധ്യേ പ്രസംഗിക്കാൻ അനുവാദമില്ല. കാരണം അദ്ദേഹം അൽമായനാണ്. ഞങ്ങൾ 3 അച്ഛന്മാരുണ്ട്. ഒരച്ഛന് മലയാളം അറിയാൻ വയ്യ. ഒരച്ഛൻ അന്നുമായിട്ട് പോകേണ്ട വന്ന്, പിന്നെ ഞാനുള്ള അച്ഛനായിട്ട്. അപ്പം പിന്നെ ഞാനന്ന് ഖുർആനിൽ പ്രസംഗം പറഞ്ഞു. അത് അവിടുത്തെ ഡയറക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മ പറഞ്ഞു, നാളെ അച്ഛൻ പ്രസംഗം പറയണം. ഞാൻ പിറ്റേ ദിവസം പ്രസംഗം പറഞ്ഞു. അങ്ങനെ ധ്യാനം മുഴുവൻ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ലാസ്റ്റ് ദിവസമായപ്പോഴേക്ക് എന്നോട് പറഞ്ഞു, ജോഷിയച്ച, ഇവിടെ ഒന്ന് അച്ഛൻ ധ്യാനിപ്പിക്കണം. 1-2 ധ്യാനമല്ല, കൊറോണയ്ക്ക് മുമ്പ് 8 വർഷം 52 ധ്യാനങ്ങൾ അവിടെ നടത്തി. എന്തുകൊണ്ടെന്നറിയാവ? ഒറ്റ കാരണത്താൽ, ഈശോയെ അനുസരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ ധ്യാനിക്കാൻ പോയാൽ ധ്യാനഗുരുവായി തിരിച്ചു വന്നു. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ. അപ്പോൾ ഞാനിപ്പോൾ ഈ ടോക്ക് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഈശോ എല്ലാ കാര്യങ്ങളിലും പിതാവിനെ അനുസരിച്ചതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈശോയെ അനുസരിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ത്രിത്വത്തെ മാറ്റപ്പെടുത്താൻ സാധിക്കും. എല്ലാ വിഷയം ലഭിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം.